അച്ഛൻ എപ്പോഴും അച്ഛൻ വന്ന വഴിയെക്കുറിച്ച് പറയുമായിരുന്നു. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് വന്നെയാണ് എപ്പോഴും സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള അച്ഛൻ്റെ ആ ബുദ്ധിമുട്ട്, അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളതും അതൊക്കെ അച്ഛൻ പറഞ്ഞു തരുവാണ്. അപ്പോൾ ലാസ്റ്റ് സിനിമ ആദവനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ട് വന്നിട്ട് ആഫ്രിക്കയിലാണ്. അവിടെ അന്ന് ആ സമയത്ത് നല്ല തണുപ്പുള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ അത് ന്യൂമോണിയായി മാറി. ഈ ഡയബറ്റിക്സ് പേഷ്യൻസിന് ന്യൂമോണിയ വന്ന് അത് പെട്ടെന്ന് അത് അറിയാൻ സാധിക്കില്ലെന്നാണ് ഡോക്ടേഴ്സ് ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒന്നിച്ച ഭക്ഷണം കഴിച്ച് പെട്ടെന്നൊരു ഷിവറിങ് പോലെ വന്നു. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷെ അപ്പോഴത്തേക്കും ഏറ്റവും ഹാപ്പി മൊമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും നാഷണൽ അവാർഡ് കിട്ടിയ ആ ഒരു നിമിഷം തന്നെ ആയിരിക്കും. നെയ്ത്തുകാരനിലെ ആ ക്യാരക്ടർ. അതെ അതെ, അതിൽ അച്ഛൻ ഒരു നല്ല പ്രായമുള്ള 90 years ഒക്കെ ഉള്ള ഒരു വയസ്സായ ഒരാളുടെ റോളായിരുന്നു ചെയ്തത്. അപ്പോൾ ആ റോള് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഓരോ മാനറിസവും അങ്ങനെ നോക്കിയായിരുന്നു ആ ചെയ്തത്. ഏതെങ്കിലും ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോയിട്ടുള്ള ഒരു മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും? വെങ്കലത്തിൻ്റെ സെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ട് സീൻ ഉണ്ടല്ലോ, അതിലെ റോഷി ആൻറ്റി ആയിട്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വന്നിട്ട് റോഷി ആൻറ്റിക്ക് ഒരു കിസ് കൊടുക്കുന്ന എന്തൊരു സീക്വൻസ് ആയിരുന്നു അന്ന് ചെയ്തത്. അത് കണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം അത് എപ്പോഴും അമ്മ ഇങ്ങനെ പറയും. എല്ലാവർക്കും നമസ്കാരം. തൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അഭിനയ ശൈലി കൊണ്ടും വ്യക്തിത്വം കൊണ്ടും ഒരുപാട് മലയാളി പ്രേക്ഷകരെ ആരാധകരാക്കി മാറ്റിയ ഒരു കലാകാരനായിരുന്നു ശ്രീ ഭരത് മുരളി സാർ. അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് 15 വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സിനിമകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ബുക്സിലൂടെയൊക്കെ നമ്മുടെ കൂടെ ഇപ്പോഴുമുണ്ട്. സോ എന്തായാലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഞങ്ങൾ മുരളി സാറിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ കൂടെ ഇവിടെ ഇൻ്റർവ്യൂവിനായിട്ട് വന്നിരിക്കുന്നത് കാർത്തിക ചേച്ചിയാണ്. ചേച്ചി നമസ്കാരം. ചേച്ചി മുരളി സാറിൻ്റെ മകളാണ്, ടീച്ചറാണ്, കലാകാരിയാണോ? അല്ല. ഓക്കെ. ചേച്ചിയുടെ വേറൊരു കാര്യം ഞാൻ ചിന്തിച്ചത്, അതായത് എവിടെയും ഒരു ഇൻ്റർവ്യൂയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അത് എങ്ങനെ അങ്ങനെ ഒരു പബ്ലിക് ഫിഗർ ആ ഒരു സംഭവം താല്പര്യമില്ല? അത് തന്നെയാണ്. അച്ഛനുള്ള സമയത്തും അങ്ങനെ ഞങ്ങളുടെ ഇൻ്റർവ്യൂസ് വളരെ റെയറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രൈവസി അച്ഛനും വളരെ നിർബന്ധമായിരുന്നു. ഫാമിലി അങ്ങനെ ഒരു ഇത് വേണ്ട, ഒരു പബ്ലിക് ഇതാക്കണ്ട എന്നുള്ളത്. ഇതുപോലെ തന്നെ സാറിന്റെ സിനിമകളൊക്കെ എടുത്ത് നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. ഇതുപോലെ ചേച്ചിയുടെ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ ചേച്ചിയുടെ സമയങ്ങളിലൊക്കെ ഇതേപോലെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് മുരളി സാറിന്റെ മകളാണോ എന്ന് ചോദിക്കുന്നത് ഒരു അഭിമാനമായിട്ട് കൊണ്ട് നടന്നിരുന്നു? അതെ, ഇപ്പോഴായാലും അങ്ങനെ തന്നെയാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ആദ്യം ഭയങ്കര അതിശയോ ആക്ടർ മുരളിയുടെ മകളാണ്, ശരിക്കും അച്ഛനാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അതിശയത്തിന്റെ പുറത്ത്. അതേന്ന് പറയും. ആക്ച്വലി ഒരു അച്ഛന്റെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇപ്പൊ ചേച്ചിയുടെ ജീവിതത്തിൽ പകർത്തുന്നതും അച്ഛന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ചേച്ചിക്ക് തോന്നി ചേച്ചി പകർത്തിയ ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? എങ്ങനെയാന്ന് വെച്ചാൽ എപ്പോഴും അച്ഛൻ വന്ന വഴിയെക്കുറിച്ച് പറയുമായിരുന്നു. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് വന്നെയാണ് എപ്പോഴും ആ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള അച്ഛൻ്റെ ആ ബുദ്ധിമുട്ട്, അപ്പം എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളതും അതൊക്കെ അച്ഛൻ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി അത് തന്നെയാണ് പകർത്താൻ ശ്രമിക്കുന്നത്. അത് ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ചേച്ചി എത്രത്തോളം ഹംബിൾ ആൻഡ് സിമ്പിൾ ആണെന്നുള്ളത്. നല്ലൊരു വാം വെൽക്കം തന്നെയായിരുന്നു. ഇനി നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് സാറിന്റെ വിവാഹം കഴിഞ്ഞിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു പഞ്ചാഗ്നി റിലീസായി തോന്നുന്നു. ഓക്കെ. നമ്മള് സാധാരണ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് ഭയങ്കര പൗരുഷമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന അധികം എന്താ പറയാ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സാണ് കൂടുതലും സാറ് ചെയ്തിട്ടുള്ളത്. വീട്ടില് ഇപ്പോ ആസ് എ ഫാദറും അതുപോലെ തന്നെ ആസ് എ ഹസ്ബൻഡ് അമ്മയ്ക്ക് അത് ഒരു റൊമാൻറ്റിക് പേഴ്സൺ ആയിരുന്നു, അല്ലെങ്കിൽ മകളുടെ അടുത്തുള്ള ഒരു ബിഹേവിയർ, സോ ആ രീതിയിൽ എങ്ങനെയായിരുന്നു സാറിന്റെ ഒരു നേച്ചർ? അച്ഛൻ വളരെ ദേഷ്യപ്പെട്ടിട്ടേ ഇല്ല, ഒരു ഫാമിലി മാൻ ആയിരുന്നു എന്ന് തന്നെ അച്ഛൻ്റെ കാര്യത്തിൽ പറയാം. നല്ലൊരു അച്ഛനും നല്ലൊരു മകനും നല്ലൊരു ഹസ്ബൻഡും ഒക്കെ ആയിരുന്നു അച്ഛൻ. നല്ലൊരു ബ്രദറും ആയിരുന്നു. എന്നുവെച്ചാൽ ഫാമിലിക്ക് വേണ്ടിയായിരുന്നു കൂടുതൽ സമയവും ചെലവഴിച്ചത്. അത് ഭാര്യയ്ക്കും മകൾക്കും സഹോദരങ്ങൾക്കും ഒപ്പമുള്ളൊരു ലൈഫായിരുന്നു അച്ഛൻ്റെത്. കൂടുതൽ സമയവും വീട്ടിൽ ഒരു ബ്രേക്ക് കിട്ടിയാൽ
വീട്ടിൽ വരും. അഥവാ ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ ലൊക്കേഷനിൽ നമ്മളെ വിളിക്കും. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷനിലോട്ട് പോവും. ഇപ്പോൾ എവിടെ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു അവസരം വന്നാലും അച്ഛൻ കൊണ്ടുപോകായിരുന്നു. ഇപ്പോൾ എബ്രോഡൊക്കെ അന്നൊക്കെ സ്റ്റേജ് ഷോസൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് പോകുമ്പോഴും പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം അച്ഛൻ കൊണ്ടുപോയി ഞങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോയിട്ടുള്ള ഒരു മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും? അത് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഓർമ്മയേ ഉള്ളൂ, എനിക്ക് അത്ര ഓർമ്മ. ചേച്ചി പോയായിരുന്നോ? ചേച്ചി ഞാൻ ചെറുതായിരുന്നു. അപ്പോൾ വെങ്കലത്തിന്റെ സെറ്റില് പോയിട്ടുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ പറഞ്ഞു കേൾക്കാം, വെങ്കലത്തിന്റെ സെറ്റിൽ പോയപ്പോൾ അന്നൊരു ഒരു പാട്ട് സീൻ ഉണ്ടല്ലോ, അതിലെ റോഷി ആൻറ്റി ആയിട്ട് അതിപ്പോൾ ഇങ്ങനെ അതെടുക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വന്നിട്ട് റോഷി ആൻറ്റിക്കൊരു കിസ് കൊടുക്കുന്ന എന്തൊരു സീക്വൻസ് ആയിരുന്നു അന്ന് ചെയ്തത്. അത് കണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ അത് എപ്പോഴും അമ്മ ഇങ്ങനെ പറയും. ഇല്ല, അപ്പൊ എന്നെ എടുത്തിട്ട് ഇങ്ങനെ ആഘോഷന്റെ ഇങ്ങനെ അടിക്കാൻ പോയി. ചേച്ചിയുടെ ഫേവറേറ്റ് കഥാപാത്രം ചമ്പക്കുളന്തച്ഛനാന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇപ്പൊ സാർ ചെയ്തതിൽ സാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തിനെ കുറിച്ച്, ഏതൊരു കഥാപാത്രം കിട്ടിയതിനെ കുറിച്ച് ഭയങ്കര വാചാലനായിട്ട് സംസാരിക്കും? അത് നെയ്ത്തുകാരൻ. അതില് അച്ഛൻ ഒരു നല്ല പ്രായമുള്ള വേഷമായിരുന്നു. ഒരു 90 years ഒക്കെ ഉള്ള ഒരു വയസ്സായ ഒരാളുടെ റോളായിരുന്നു ചെയ്തത്. അപ്പം ആ റോള് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ അച്ഛൻ എപ്പോഴും പറയും അതിൽ ഈ വയസ്സായവർ കണ്ണിങ്ങനെ പതുക്കിയായിരിക്കും തുടയ്ക്കുന്നതെന്ന് പറയും. അപ്പോൾ ഓരോ മാനറിസവും അങ്ങനെ നോക്കിയായിരുന്നു ആ ചെയ്തത്. പ്രായമുള്ളവരുടെ ആ ഒരു ഇതൊക്കെ ആലോചിച്ച് അത് ചെയ്തതെന്ന് പറയുമായിരുന്നു. അത് വളരെയധികം കഷ്ടപ്പെട്ട് ചെയ്തായിരുന്നു. അതെ, അത് ഒരുപാട് തവണ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് എനിക്ക് തോന്നുന്നു സാർ അവസാന സമയങ്ങളിലും ഒരുപാട് സ്ട്രെയിൻ ചെയ്ത്. കാരണം സാർക്ക് വയ്യാത്തത് പോലും പലരും സാർ വിട്ടുപിരിഞ്ഞു പോയതിനു ശേഷമാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞ് പല ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെ കണ്ടായിരുന്നു. സോ അത് എങ്ങനെയായിരുന്നു സാർ അത് പൊതുവെ ഫാമിലിയുടെ അടുത്തും ഡിസ്കസ് ചെയ്തില്ല? അച്ഛൻ അങ്ങനെ ഒരു അസുഖം, ഒരു ഭയങ്കര ഒരു ക്രിട്ടിക്കലായിട്ടുള്ള അങ്ങനത്തെ ഉള്ള ഒരു അസുഖമുള്ള ആളൊന്നും അല്ലായിരുന്നു. ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് സിനിമ ആദവനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ട് വന്നിട്ട് ആഫ്രിക്കയിലാണ് നടന്നത്. അപ്പോൾ അവിടെ അന്ന് ആ സമയത്ത് നല്ല തണുപ്പുള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ അത് ന്യൂമോണിയായി മാറി. അപ്പോൾ ഈ ഡയബറ്റിക്സ് പേഷ്യൻസിന് ന്യൂമോണിയ വന്ന് അത് പെട്ടെന്ന് അത് അറിയാൻ സാധിക്കില്ലെന്നാണ് ഡോക്ടേഴ്സ് ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ഞങ്ങൾ ഒന്നിച്ച ഭക്ഷണം കഴിച്ച് പെട്ടെന്നൊരു ഷിവറിങ് പോലെ വന്നു. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ അപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു അത് ലങ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡായി, നമുക്കിനി ഒന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് വിശ്വസിക്കാൻ വയ്യ, കാരണം അച്ഛൻ നടന്നു പോയി. ഒരു ദിവസത്തെ ഇതിലായിരുന്നു, അപ്പോൾ നടന്നായിരുന്നു പോയത്. പക്ഷേ ഷിവറിങ് വന്നു, ജസ്റ്റ് ഒന്ന് വീണു. അപ്പം തന്നെ അച്ഛൻ എണ്ണീച്ചു, ഹോസ്പിറ്റലിൽ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഡ്രസ്സ് ചെയ്ത് നമ്മൾ നടന്ന് കാറിൽ കയറിയായിരുന്നു ഹോസ്പിറ്റലിൽ പോയത്. അത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അവർ പറഞ്ഞു അത്രയും സ്പ്രെഡ് ആയിപ്പോയി, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്ന സുപ്രഭാതത്തിൽ ഇങ്ങനെ വരുമ്പോൾ ചേച്ചിക്കും അമ്മയ്ക്കും ഉണ്ടാകുന്ന അത് എത്രത്തോളം ഭീകരമായിരുന്നു ആ ഒരു സംഭവം? അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത്രയും സ്നേഹിച്ച് നാളെ നഷ്ടപ്പെടുമ്പോൾ അത് ഓവർകം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. ഇപ്പോഴും ഓവർകം ചെയ്തു എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടില്ലെന്നോ. ഓരോ നിമിഷവും അച്ഛൻ്റെ മെമ്മറീസേ നമുക്കുള്ളൂ. എല്ലാം നമ്മൾ ആ ഓർമ്മയിലാണ് പോകുന്നത്, എന്ത് കാര്യം എടുത്താലും. എന്നുവെച്ചാൽ അങ്ങനെ കൊണ്ടുനടന്ന ഒരാളായിരുന്നു അച്ഛൻ. സാറിനെ അധികം ചിരിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല. സാർ അത് ആരും ഒരാൾ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുരളി സാർ അധികം ചിരിക്കാറില്ല. പക്ഷെ കംഫർട്ട് സോണിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ചേച്ചിയുടെ ഇത് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു മൊമെന്റ് എന്തായിരിക്കും സാറ്? അച്ഛൻ നല്ല ഹാപ്പി ആയിട്ടുള്ള ആളാണ്. വീട്ടുകാരെല്ലാം നോക്കിയും തമാശ പറയുകയും ചിലരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും. നല്ല ഹാപ്പി ആയിട്ടുള്ള ആളാണ്. പിന്നെ ഏറ്റവും ഹാപ്പി മൊമെന്റ് ഏതാന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും നാഷണൽ അവാർഡ് കിട്ടിയ ആ ഒരു നിമിഷം തന്നെ ആയിരിക്കും. അതും അങ്ങനെ നെയ്ത്തുകാരനിലെ ആ ക്യാരക്ടർ. അതെ, അത് പ്രിയനന്ദൻ ഞങ്ങളുടെ മൂവിയായിരുന്നു, ഫസ്റ്റ് മൂവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പം അങ്ങനെ ഒരു വേദിയിൽ ഈ സിനിമ അവർ ശ്രദ്ധിക്കപ്പെടുകയും അവാർഡ് കിട്ടുകയും ചെയ്തൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം അത് ഏറ്റവും സന്തോഷം ആ ഒരു നിമിഷം തന്നെ ആയിരിക്കും. അതായത് മമ്മൂക്കയും അതുപോലെ തന്നെ സാറും തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. എനിക്കൊന്ന് ചേച്ചിയുടെ കല്യാണത്തിന് വരെ മമ്മൂക്ക വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. മമ്മൂക്കയുടെ പഴയ ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു സുപ്രഭാതത്തില് സാറുമായിട്ടുള്ള ഒരു കണക്ഷൻ വിട്ടുപോയി, എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതിപ്പോ ചേച്ചിയൊക്കെയോ അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുക? അങ്ങനെയൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. മമ്മൂട്ടി ഞങ്ങള് അച്ഛൻ ഇലക്ഷന് നിന്നപ്പോ
അവിടെ ആലപ്പുഴയിൽ വന്നായിരുന്നു ഇലക്ഷൻ പ്രചരണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അച്ഛന് നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ അച്ഛനൊരു സ്വീകരണം ഉണ്ടായിരുന്നു. അതിൽ മമ്മൂട്ടി അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ്റെ എല്ലാ ഇതിലും പിന്നെ ഇടയ്ക്കൊരു വെബ് പേജ്, അന്നൊക്കെ ഈ വെബ് പേജ് ഇതുണ്ടല്ലോ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇങ്ങനെ വരുമല്ലോ. അപ്പം ആ വെബ് പേജിൻ്റെ ഉദ്ഘാടനത്തിന് മമ്മൂട്ടി അങ്കിളിനെ ആയിരുന്നു അച്ഛൻ വിളിച്ചത്. അപ്പം ആ മമ്മൂട്ടി അങ്കിളുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കല്യാണത്തിനും അദ്ദേഹം വീട്ടിലാണ് വന്നത്. പക്ഷെ എന്തുകൊണ്ട് ആ ഒരു പിണക്കം വന്നു നമുക്കും അറിയില്ല. അന്ന് അദ്ദേഹം അത് തന്നെ പറഞ്ഞു, നമുക്കും അറിയില്ല. അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ തുടക്കത്തിൽ വളരെ ഇമ്പോർട്ടന്റ് റോൾ കൈകാര്യം ചെയ്തത് സാറായിരുന്നു, മുരളി സാറായിരുന്നു. സോ അതൊക്കെ ഓർമ്മയാണ്. ഇല്ല, ഇങ്ങനെ ആ സംഘടനയ്ക്ക് അമ്മാന്ന് പേരിട്ടത് അച്ഛനാണെന്നറിയാം. അല്ലാതെ അതേ പറ്റിയൊന്നും എനിക്ക് ആക്ച്വലി പുതിയൊരു അറിവായിരുന്നു അമ്മ എന്ന് പറയുന്ന പേര് സാറാണ് ഇട്ടേന്നുള്ളത്. അതെങ്ങനെയാന്ന് വന്നേന്നുള്ളത് അതേ കുറിച്ച് അറിയത്തില്ല, അങ്ങനെ അറിയില്ല പറയാൻ. ഓക്കെ, അപ്പോൾ ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചിയുടെ വീടും ചേച്ചി ചുറ്റി കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഇന്റർവ്യൂ കുറെ വിശേഷങ്ങളും പങ്കുവച്ചു. എനിക്ക് തോന്നുന്നു ഒരുപാട് മലയാളികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ടായിരിക്കാം. യെസ്, അപ്പോൾ ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ചേച്ചിയുടെ ഒരു ഹോം ടൂറും നടത്തിയപ്പോൾ ചേച്ചിയുടെ കൂടെ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. എന്തായാലും ചേച്ചി ഒരുപാട് സന്തോഷം. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം സാറും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. മാറ്റാനാവാത്ത അല്ലെങ്കിൽ നികത്താവാനാവാത്ത ഒരു വിടവാണ്. ബട്ട് ഐ ബിലീവ് ഇൻ ഗോഡ്. ദൈവം കൂടെ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും ചേച്ചി. താങ്ക് യു സോ മച്ച്.